കാസർഗോഡ് ജില്ലയിൽ ഗതാഗത സൗകര്യം ഒരുക്കുന്നതിൽ ബന്ധപ്പെട്ട വകുപ്പ് മേധാവികൾ ദയനീയമായി പരാജയപ്പെടുകയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കാസർഗോഡ് കാഞ്ഞങ്ങാട് തീരദേശ പാതയിൽ പൊലിഞ്ഞുപോയത് നൂറുകണക്കിന് ജീവനുകളാണ്. തികച്ചും അശാസ്ത്രീയമായ രീതിയിലാണ് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി എന്നതിന്റെ നേർസാക്ഷ്യങ്ങളാണ് ആവർത്തിക്കപ്പെടുന്ന അപകടങ്ങൾ. നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അപാകതകൾ മുതൽ വരാനിരിക്കുന്ന അപകടങ്ങൾ വരെ ചൂണ്ടിക്കാട്ടി നിയമ പോരാട്ടത്തിനൊരുങ്ങുകയാണ് ജില്ലാ ജനകീയ നീതിവേദി. അപകട സമയത്ത് തന്നെ മരണപ്പെട്ടവർ 77, അതീവ ഗുരുതരാവസ്ഥയിൽപ്പെട്ടവർ 221, മൊത്തം രജിസ്റ്റർ ചെയ്യപ്പെട്ട അപകടങ്ങൾ 452. ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടവരുടെ വിവരം ഇതിൽപ്പെടില്ല. രജിസ്റ്റർ ചെയ്യപ്പെടാതെ പോകുന്ന നൂറുകണക്കിന് അപകടങ്ങൾ വേറെയും. റോഡിന്റെ നിർമ്മാണം പൂർണ്ണമാകുന്നതിന് മുൻപ് തന്നെ ഏറെ അപകടകരമായ രീതിയിൽ രാത്രിയിലും പകലുമായി നൂറുകണക്കിന് ടാങ്കറുകളാണ് ഏറെ ജനസാന്ദ്രതയും വാഹന സാന്ദ്രതയുമുള്ള ഈ റോഡിലൂടെ കടന്നു പോകുന്നത്. 27 കിലോമീറ്ററിനുള്ളിൽ 10,000-കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ചെറുതും വലുതുമായ പട്ടണങ്ങളും ഉള്ളപ്പോൾ ഇത്തരം ടാങ്കർ ലോറികൾ വല്ല അപകടത്തിലും അകപ്പെട്ടാൽ അത് നൽകുന്ന അപായം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളായിരിക്കും. ഇതിനെതിരെ നിയമപരമായ പോരാട്ടത്തിനായി ജില്ലാ ജനകീയ നീതിവേദി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കുകയാണെന്നാണ് മാധ്യമങ്ങൾക്ക് നൽകിയ കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. റോഡിൽ അപകടങ്ങൾ പതിവാണെങ്കിലും KSTP റോഡിലെ അപകടങ്ങൾക്കുള്ള കാരണം റോഡ് പണിയിലെ അപാകതകളാണെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. പബ്ലിക് കേരള ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ 2019 കഴിവുറ്റ പ്രതിഭകളെ കണ്ടെത്താൻ പബ്ലിക് കേരള ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ 30 മിനിറ്റ് താഴെയുള്ള ഇംഗ്ലീഷ് സബ് ടൈറ്റിലോട് കൂടിയ ഹ്രസ്വചിത്രങ്ങൾ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 7994422656 9495949878.